കമ്പ്യൂട്ടറിൻ്റെ യു പി എസിൻ്റെ ട്രാൻസ്ഫോമറാണത്. അത് വെച്ച് നമുക്ക് ഏതെങ്കിലും ആംപ്ലിഫയറിൻ്റെ പവർ സപ്ലൈ കൊടുക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. 12 വോൾട്ടിൻ്റെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നതാണ്. നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ കമ്പ്യൂട്ടറിൻ്റെ യു പി എസിൻ്റെ ട്രാൻസ്ഫോമർ അത് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ്. ഡാമേജ് ആയ യു പി എസ് വല്ലതും ഉണ്ടെങ്കിൽ അതിൻ്റെ ട്രാൻസ്ഫോമർ എടുത്ത് നമുക്ക് ഏതെങ്കിലും കാറിൻ്റെ ബാറ്ററിയോ വണ്ടിയുടെ ബൈക്കിൻ്റെ ഏതെങ്കിലും ബാറ്ററി ചാർജ് ചെയ്യാനോ അങ്ങനെയുള്ളതൊക്കെ യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ആംപ്ലിഫയറിൻ്റെ ബോഡി കണക്ട് ചെയ്യാനോ ഒക്കെ എടുക്കാം. ഇതിപ്പം രണ്ടും രണ്ട് ടൈപ്പിൻ്റെയാണ്. ഇതൊരു 3 വയർ ഔട്ട്പുട്ട് സെക്കൻഡറിയിൽ വരുന്നതാണ്, മറ്റേത് 2 വയർ വരുന്നതാണ്. രണ്ടും രണ്ട് ടൈപ്പാണ്. വോൾട്ടേജും ഔട്ട്പുട്ടിൽ വ്യത്യാസമുണ്ട്. അതെങ്ങനെയൊക്കെയാണ് നമുക്ക് വോൾട്ടേജ് ആക്കുന്നത് എന്നൊക്കെ നോക്കാം. ഇത് 3 ഇതാണ് സെൻട്രൽ ടൈപ്പ് ഇത് വരുന്നത്. പക്ഷേ ഈ ടൈപ്പ് ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഔട്ട്പുട്ട് മാത്രമേ ഇതിൻ്റെ അകത്ത് വരത്തുള്ളൂ. സെക്കൻഡറി കോയിൽ അത് പാരലൽ ചെയ്ത് കൊടുത്തേക്കുവാണ്. നമുക്കിനി ഇതിൻ്റെ അകത്ത് 230 എവിടെ കൊടുക്കും, ഔട്ട്പുട്ട് നമുക്ക് സെക്കൻഡറി ഏതെന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യുന്നതാണ്. ഇതിൻ്റെ അകത്ത് ഇപ്പം 4 വയർ നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് വൈൻഡിങ് കൂടുതലുള്ളതെന്ന് വെച്ചാൽ റെസിസ്റ്റൻസ് കൂടുതലുള്ളത് വേണം നമ്മൾ 230 ഇൻപുട്ട് കൊടുക്കാൻ. നമ്മൾ മൾട്ടിമീറ്റർ എടുത്തിട്ട് റെസിസ്റ്റൻസിൻ്റെ അകത്തിട്ട് നമ്മൾ റെസിസ്റ്റൻസ് ഇളക്കുന്ന ഓപ്ഷനിലോട്ട് ഇടുക. എന്നിട്ട് നമ്മൾ റെസിസ്റ്റൻസ് ചെക്ക് ചെയ്യുക. ഓക്കെ, അതിൻ്റെ പ്രോബ് കണക്ട് ചെയ്ത് നമ്മൾ ബ്ലാക്ക് കോമൺ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ബാക്കി ഓരോന്നിലും വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഏതിലാണോ റെസിസ്റ്റൻസ് വാല്യൂ ഹൈ വാല്യൂ കാണിക്കുന്നത് കമ്പയർ ടു ഈ 3 വയറിലും റെസിസ്റ്റൻസ് വാല്യൂ ഹൈ ഏതാണോ അതിൻ്റെ അകത്താണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. ഇതിപ്പം പച്ചയിൽ എടുക്കുമ്പോൾ 21 ഏതാണ്ട് കാണിക്കുന്നുണ്ട്, ഓൾമോസ്റ്റ് ഓക്കെ. ഇനി നമ്മൾ യെല്ലോയിൽ കണക്ട് ചെയ്യുമ്പം 19 കാണിക്കുന്നത്, മറ്റേനെക്കാട്ടി കുറവാണ്. ഇനി നമുക്ക് ബ്ലൂവിൽ കണക്ട് ചെയ്ത് നോക്കാം. 17, 18 ആ റേഞ്ചാണ്. അപ്പം ഏറ്റവും കൂടുതൽ 21 ഏകദേശം കാണിക്കുന്നത് നമ്മൾ ഈ പച്ചയും ബ്ലാക്കും തമ്മിലാണ്. അപ്പം ആ 2 വയറാണ് നമ്മൾ 230 ഇൻപുട്ട് സപ്ലൈ തൊട്ട് കൊടുക്കുന്നത്, പ്രൈമറി കോയിലായിട്ട് ആക്ട് ചെയ്യുന്നത്. ബാക്കി 2 വയറും നമ്മളത് കട്ട് ചെയ്ത് ടേപ്പ് ചെയ്ത് വെച്ചിരുന്നാൽ മതി, അത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ രണ്ടാമത്തെ ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് 6 വോൾട്ടാണ് വരുന്നത്. അത് നമുക്ക് 12 ആക്കുന്ന എങ്ങനെയാണെന്ന് നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ ഈ സെക്കൻഡറി അത് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് സോൾഡറിങ് വെച്ച് നമ്മൾ ഹീറ്റ് ചെയ്ത് ആ സോൾഡറിങ് എല്ലാം എടുത്ത് കളയുമ്പോഴത്തേക്കും 4 വയർ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും സെക്കൻഡറിയുടെ. അത് നമ്മൾ മൾട്ടിമീറ്റർ വെച്ചിട്ട് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുകയാണ്. കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്ത് കിട്ടുന്ന ആ ഒരു സെഗ്മെൻറ്റ്, കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുന്നത് തമ്മിൽ കണ്ടിന്യൂറ്റി കാണിക്കുന്ന 2 കോപ്പർ വയർ തമ്മിൽ നമ്മൾ ഷോർട്ട് ചെയ്യരുത്. കണ്ടിന്യൂറ്റി കാണിക്കാത്ത 2 കോപ്പർ തമ്മിൽ നമ്മൾ ഷോർട്ട് ചെയ്യണം. അപ്പോഴത്തേക്ക് നമ്മൾ 2 കോയിൽ അവിടെ സീരിയസ് ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് 6 വോൾട്ടിനുള്ളത് പകരം നമുക്ക് 12 വോൾട്ടേജ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. നമ്മൾ മൾട്ടിമീറ്റർ വെച്ച് ചെക്ക് ചെയ്താൽ മതി. ഇത് രണ്ടും നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് രണ്ടും കൂടെ നമ്മൾ ഒരു സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുകയാണ്. ഓൾറെഡി ഇതൊരു പാരലായിട്ടാണ് കണക്ട് ചെയ്തിരുന്നത്. അപ്പോഴത്തേക്ക് 6 വോൾട്ടേജും കറണ്ട് കൂടുതലും ഇതാണ്. ഇനി നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് കറണ്ട് കുറഞ്ഞിട്ട് വോൾട്ടേജ് 12 വരും. എന്നിട്ട് ഈ 2 ലെഫ്റ്റും റൈറ്റിലും കാണുന്ന കോപ്പർ വയറിൽ നിന്നാണ് നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ് AC എടുക്കുന്നത് സെക്കൻഡറിയിൽ 12 വോൾട്ടായിട്ട്. നമുക്ക് വോൾട്ടേജ് AC-യിലിട്ടാണ് നമ്മൾ നോക്കേണ്ടത്. കാരണം നമ്മൾ റെക്ടിഫൈ ചെയ്യുന്നില്ല. ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ട് എപ്പോഴും AC-യിലാണ്, DC-യിലല്ല. നമ്മൾ AC-യിലിട്ടിട്ട് നോക്കുമ്പോഴത്തേക്ക് വോൾട്ടേജ് ഓവർലോഡായി. മീറ്ററിൻ്റെ ഇതാണ്. ഓക്കെ, ഏകദേശം 13 വോൾട്ട് നമുക്ക് ഇപ്പോൾ കിട്ടുന്നുണ്ട്. നേരത്തെ 6 പോയിൻറ്റ് സംതിങ് ആയിരുന്നു. ഇപ്പം നമ്മൾ സീരീസ് ചെയ്ത് 13 വോൾട്ടേജ് കിട്ടുന്നുണ്ട്. ഇത് നമ്മൾ റെക്ടിഫൈ ചെയ്തിട്ട് നമുക്ക് ഇത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ബാറ്ററി ചാർജ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ഇതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം അതിൻ്റെ സെൻറ്റർ ഇത് കണ്ട 6.5 വോൾട്ടാണ്. നമ്മൾ സെൻറ്റർ ഇത് ചെയ്ത് കൊടുക്കുകയെന്ന്. സെൻറ്റർ എടുക്കാതെ ഈ രണ്ടും എടുത്തിട്ട് ഫുൾ വേവ് റെക്ടിഫയർ 4 ഡയോഡ് യൂസ് ചെയ്ത് കപ്പാസിറ്റർ ഇട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള എന്തെങ്കിലും യൂസിന് ആംപ്ലിഫയറിന് വേണ്ടിയിട്ടോ അങ്ങനെയുള്ളതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും.
അത്യാവശ്യം നല്ലൊരു ഹെവി ട്രാൻസ്ഫോമറാണ്. രണ്ട് ടൈപ്പ് ഇതാണ്. ഒന്ന് പഴയ UPSൻ്റെയും ഒന്ന് കുറച്ച് അധികം പഴക്കമില്ലാത്തൊരു ടൈപ്പും UPSൻ്റെയും ഇതാണ്. ഇപ്പോൾ ഇറങ്ങുന്നത് ചിലപ്പം വ്യത്യാസം എന്തെങ്കിലും കാണാം, എന്നാലും ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും. നമുക്ക് അടുത്ത ട്രാൻസ്ഫോമറിൻ്റെ അതിൻ്റെ അകത്ത് പ്രൈമറി കോയിൽ AC കൊടുക്കുന്നത് ഇതിൻ്റെ അകത്ത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൻ്റെ അകത്തും സെയിം നമ്മൾ നേരത്തെ കാണിച്ച സെയിം മെത്തേഡ് തന്നെ നമ്മൾ യൂസ് ചെയ്തിട്ട് റെസിസ്റ്റൻസിൻ്റെ ചെക്ക് ചെയ്യുന്നതിൻ്റെ അകത്ത് ഇട്ടിട്ട് റെസിസ്റ്റൻസ് ഏറ്റവും കൂടുതലുള്ള ഏത് വയറാണെന്ന് നമ്മൾ ചെക്ക് ചെയ്യും. ആ റെസിസ്റ്റൻസ് കൂടുതലുള്ള വയറിൻ്റെ അകത്താണ് നമ്മൾ AC, അതാണ് നമ്മൾ പ്രൈമറി സൈഡായിട്ട് ട്രാൻസ്ഫോമറിൻ്റെ എടുക്കുന്നത്. അതിൻ്റെ അകത്ത് AC 230 വോൾട്ടേജ് കൊടുക്കും. ഇത് 16, ഇത് 13, 16. ഓക്കെ, അപ്പം അത് രണ്ടുമാണ് ഏറ്റവും കൂടുതൽ റെസിസ്റ്റൻസ് കാണിക്കുന്നത്. ബാക്കി നമുക്കത് വേണ്ട, ഇത് ചെയ്തോളാം ഞാൻ. ഇത് ഓൾറെഡി ഔട്ട്പുട്ട് ഇത് സീരീസ് ചെയ്താണ് ഇതിൻ്റെത് വരുന്നത്. ഇതിൻ്റെ ഔട്ട്പുട്ട് ഓൾമോസ്റ്റ് 13-14 റേഞ്ച് ഔട്ട്പുട്ട് വോൾട്ടേജ് ഓൾമോസ്റ്റ് വരുന്നുണ്ട്. രണ്ടും വ്യത്യാസമുള്ളതാണ് ട്രാൻസ്ഫോമർ. ഓക്കെ, ഇതിൻ്റേത് നമ്മൾ കണ്ടുപിടിച്ചു. അങ്ങനെ മറ്റേ ട്രാൻസ്ഫോമറിൻ്റെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി ഇത് സീൽ ചെയ്ത് വെച്ചിട്ട് 2 വയർ ഔട്ട് എടുത്തിട്ട് നമ്മൾ ടേപ്പ് ചെയ്ത് എന്തെങ്കിലും ഇത് ചെയ്ത് വെച്ചാൽ മതി, ഷോർട്ട് ആവാതിരിക്കാൻ. അതിൻ്റെ ഔട്ട്പുട്ട് AC വോൾട്ടേജ് 13.8, 13-14 അടുപ്പിച്ച് വോൾട്ടേജ് നമുക്ക് കിട്ടുന്നുണ്ട്. AC വോൾട്ടേജ് സെക്കൻഡറിയിൽ. നമുക്ക് അതിൻ്റെ ലോഡ് നമുക്ക് ഏകദേശം എത്രത്തോളം ആംപിയർ നമുക്ക് കിട്ടുന്നുണ്ടെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കാറിൻ്റെ ഒരു ബൾബാണ്, കാറിൻ്റെ ഹെഡ്ലൈറ്റ് ബൾബാണ്. അപ്പോൾ ഈ വോൾട്ടേജ് അറിയാം, ഇതിൻ്റെ അകത്ത് കറണ്ടും എത്രയാണെന്നറിയാം, AC കറണ്ട്. ഓക്കെ, നമുക്ക് സ്വിച്ച് ഓൺ ചെയ്യാം. ഓക്കെ, 12.7 വോൾട്ടും 6.7 ആംപിയർ അടുപ്പിച്ചും ഒരു 12.78 വോൾട്ടേജ് സ്റ്റേബിൾ ആ റേഞ്ച് വോൾട്ടേജും നിൽക്കുന്നുണ്ട്. ഒരു 7 ആംപിയർ അടുപ്പിച്ച് കറണ്ടും നമുക്ക് കിട്ടുന്നുണ്ട്. ഓൾമോസ്റ്റ് 7-8 ആംപിയർ നമുക്ക് ഈ ഒരു ട്രാൻസ്ഫോമറിൽ നിന്ന് ഔട്ട്പുട്ട് കിട്ടും. നമുക്ക് 2 ബൾബ് ലോഡ് ചെയ്തപ്പോൾ 13 ആംപിയറും 11.7 വോൾട്ടുമാണ് വരുന്നത്. അപ്പോഴത്തേക്ക് 12 വോൾട്ടിൽ നിന്ന് താഴോട്ട് നല്ല രീതിയിൽ ഡ്രോപ്പ് വരുന്നു. അപ്പോൾ ഏകദേശം നമുക്കൊരു 8 ആംപിയറോളം നമുക്ക് എങ്ങനെയായാലും 8 ആംപിയർ ആവശ്യമുള്ള ആംപ്ലിഫയറോ അല്ല എന്തെങ്കിലും ഇത്രയും നമുക്ക് ഔട്ട്പുട്ട് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും. ഒരുപാട് വലിയ ഇതുള്ളതൊന്നും കൊടുക്കാൻ ഒക്കത്തില്ല, അത്രയും പവറുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. എടുത്ത് നമുക്ക് സെറ്റ്. ഇനി നമുക്ക് അടുത്ത മറ്റേ ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ട് എത്ര ആംപിയർ വരെ നമുക്ക് എടുക്കാൻ പറ്റുമെന്ന് നോക്കാം. അതിൻ്റെ അകത്ത് നമ്മളൊരു ബൾബ് കണക്ട് ചെയ്യുവാണ്. നമ്മൾ റെക്ടിഫൈ ചെയ്യുന്നില്ല, ഡയറക്റ്റ് ACയിലിട്ട് ഇത് തന്നെ എടുക്കുകയാണ്. അത് ഒരു ബൾബ് തന്നെ കണക്ട് ചെയ്തപ്പോൾ തന്നെ 6 ആംപിയർ ഔട്ട്പുട്ട്, 6 ആംപിയർ നമ്മൾ എടുക്കുന്നുണ്ട്. വോൾട്ടേജ് 10.9, 11 ആ റേഞ്ച് അടുപ്പിച്ച് വോൾട്ടേജ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്കൊരു 5 ആംപിയർ വരെ മാക്സിമം ഈ ട്രാൻസ്ഫോമറിൽ നമുക്ക് എടുക്കാൻ പറ്റും. അതായിരിക്കും ചൂടെ ബെറ്റർ. നമ്മൾ റെക്ടിഫൈ ചെയ്ത് വരുമ്പം റെക്ടിഫയർ, നമ്മൾ നോർമൽ റെക്ടിഫയർ ഒരെണ്ണം 10 ആംപിയറിൻ്റെ ഡയോഡാണ്. ഈ ഡയോഡോ അല്ലെങ്കിൽ വേറെ പല ടൈപ്പ് ഡയോഡുകളുണ്ട്, അത് യൂസ് ചെയ്താലും മതി, കുഴപ്പമില്ല. ഇതിൻ്റെ അകത്ത് ഇരുന്നിട്ട് കപ്പാസിറ്ററും പറഞ്ഞിട്ട് ഓക്കെ, റെക്ടിഫൈ നമ്മൾ DC-യിൽ ഇത് കൊടുത്തത്. ആ ബൾബ് AC-യിലും DC-യിലും രണ്ടിലും വർക്ക് ചെയ്യുന്ന ടൈപ്പാണ് ബൾബ്. നമ്മളതിൻ്റെ ഓപ്പൺ വോൾട്ടേജ് ഇപ്പോൾ റെക്ടിഫൈ ചെയ്ത് ഔട്ട്പുട്ട് വോൾട്ടേജ് വരുന്നത് 18.18 വോൾട്ടേജ് റെക്ടിഫൈ ചെയ്ത് കഴിയുമ്പോൾ വരുന്നുണ്ട്. അത് കപ്പാസിറ്റർ ഇരിക്കുമ്പോഴത്തേക്ക് വോൾട്ടേജ് ഇത്ര ഇത് കൂടും, പിന്നെ ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് അത് കറക്റ്റ് ആയിക്കോളും. റെക്ടിഫൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ഒന്ന് കൊടുത്തു പോകാം. ലോഡ് കൊടുത്തപ്പം വോൾട്ടേജ് കുറഞ്ഞ് 12.8 ആ റേഞ്ച് വന്ന്. കറണ്ട് ഏകദേശം 6.78.
ഓൾമോസ്റ്റ് 7 ആമ്പിയറോളം നമ്മൾക്ക് ഈ ട്രാൻസ്ഫോമറിൽ ലോഡ് ചെയ്യാൻ പറ്റും. മറ്റേ ട്രാൻസ്ഫോമറിൽ നമുക്കൊരു 5 ആമ്പിയറോളം. അത്ര ആമ്പിയറും വോൾട്ടേജും മതിയാവുന്ന നമുക്ക് ആംപ്ലിഫയർ സെറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ചാർജറായിട്ട് ഉണ്ടാക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗത്തിന് നമുക്ക് ഈ കമ്പ്യൂട്ടറിൻ്റെ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ 10 ആമ്പിയറിൻ്റെ ഡയോഡാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന് വരെ നമുക്ക് വേറെ ടൈപ്പും ഡയോഡുണ്ട്. ഇതിപ്പം 7, 5, 6 ആമ്പിയർ കണ്ടിന്യൂസ് എടുക്കുകയാണെങ്കിൽ ഹീറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതേപോലത്തെ മെറ്റൽ ഡയോഡോ അല്ലെങ്കിൽ വേറെ ടൈപ്പ് ഡയോഡൊക്കെ യൂസ് ചെയ്താൽ മതി. പ്രത്യേകിച്ച് ആമ്പിയർ കൂടിയുള്ള ഡയോഡ് ഇട്ട് കഴിഞ്ഞാൽ സ്മൂത്തായിട്ട് സംഭവം നടക്കും, അധികം ഹീറ്റ് ആവത്തില്ല. കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതേപോലത്തെ വീഡിയോകൾ കൂടുതൽ കാണുവാൻ വേണ്ടിയിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.